ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്രീവിയസ് ആയിട്ട് നടന്നിരിക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ, ഫൈനാൻസ് കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓരോ ചോദ്യപേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ എടുക്കുന്നു, ആ ചോദ്യങ്ങളുടെ ഫൈനാൻസ് കീ പ്രകാരമുള്ള ഉത്തരം എന്താണെന്ന് പരിശോധിക്കുന്നു. ഇതുവഴി നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ ആവർത്തിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫൈനാൻസ് കീ പ്രകാരം PSC എന്തെല്ലാം ഉത്തരങ്ങളാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക രാമവർമ്മ ശക്തൻ തമ്പുരാൻ എന്നാണ്. ലോകങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്തെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സ്വർണ്ണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് ഇവിടെ. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ബംഗളൂരു എന്നാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. EP രാജഗോപാൽ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. EP രാജഗോപാലിൻ്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതിയാണ് GV രാജ അവാർഡ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9-നാണ്. ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് മെയ് 4-ാം തീയതിയാണ്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. ഉത്തരമായിട്ട് വരേണ്ടത് ഒഡീഷയാണ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ മിസോറാമാണ്. 12ാമത്തെ ചോദ്യം ഫൈനാൻസ് കീ ഡിലീറ്റ് ആക്കിയതാണ്. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ലംബ, മണികരൻ, കക്കരപ്പാർ, ഒഗ്ല 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ലംബയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഹിമാലയത്തിലെ ലവണജല തടാകം ഏത്? ദാൽ, ലോണാർ, വൂളാർ, രാഗാസ്. ഈ തന്നിരിക്കുന്നതിൽ ഹിമാലയത്തിലെ ലവണജല തടാകം എന്നാണ് ചോദ്യം. രാഗാസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത ഇവിടെ ഓപ്ഷൻ എ ആണ്, ഷാഹി പാതയാണ്. ഇനി അടുത്തത് എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല എന്നാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ദിഗ്ബോയ് ആണ്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വൂളാർ തടാകമാണ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകമാണ് വൂളാർ തടാകം. സമാധാനത്തിൻ്റെ പാലം ഏതാണ്? അമാൻ സേതുവാണ് ഉത്തരമായിട്ട് വരേണ്ടത്. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതുവാണ്. പഞ്ചപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. കാശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് ഹിമാലയം, അരുണാചൽ ഹിമാലയം. ഇതിൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ഗോഡ്വാന ശിലകളിലാണോ, ടെർഷ്യറി ശിലകളിലാണോ, ലാറ്ററൈറ്റ് ശിലകളിലാണോ, ധാർവാർ ശിലകളിലാണോ? ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ധാർവാർ ശിലകൾ എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അതോടെ നമ്മൾ പരിചയപ്പെട്ടു ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. അടുത്ത ചോദ്യം, ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേൽ ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹമാണ്. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1ാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനാണ്, തെറ്റാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു, അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം തെറ്റാണ്. ഇനി അടുത്ത സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഈ തന്നിരിക്കുന്നത് എന്താണ്? ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റിസർവ് ബാങ്ക് ഗവർണറാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇത് രചിച്ചത് ആരാന്ന് വെച്ചാൽ KN രാജു തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, ഇത് രണ്ടുമാണ് ഓപ്ഷനിൽ വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്.
സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, KN രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക ഓപ്ഷൻ ബി ആണ് അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ വീണ്ടും ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനായിട്ടാണ്. ഇവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്ന പ്രസ്താവന വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു, തെറ്റാണ്. ആസൂത്രണത്തിനെതിരായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വ്യവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു, ഇത് ശരിയാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു, അത് തെറ്റാണ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി, അപ്പോൾ ഇതെന്താണ്, ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം തെറ്റാണ്. സോ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 1ഉം 3ഉം എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ശരിയായിട്ട് വരുന്നു വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു ബോംബെ പ്ലാനിലൂടെ. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ബോംബെ പ്ലാനിലൂടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരെന്നാണ് 26ാമത്തെ ചോദ്യം. ഇവിടെ ആസഫ് അലി, തേജ് ബഹദൂർ സാപ്രു, നെഹ്റു, ക്യാപ്റ്റൻ ലക്ഷ്മി. ഇതിൽ ഓപ്ഷൻ എ ആസഫ് അലി, ഓപ്ഷൻ സി തേജ് ബഹദൂർ സാപ്രു, നെഹ്റു ഇവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമായിരുന്നു. ഇതിൽ അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്തത് റാഫി അഹമ്മദ് കിദ്ദോയ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക, റാഫി അഹമ്മദ് കിദ്ദോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയിലെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിച്ചില്ല, അതിന് കാരണമെന്ത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ. ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ കാരണം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിൽ ആദ്യ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. അതിനൊരു കാരണമെന്ന് പറയുന്നത് വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഓൾറെഡി രാജ്യം ഇപ്പോൾ വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് രണ്ടാമത്തെ കാര്യം ഇതിൽ പരിഗണിക്കാം, ഉത്തരത്തിലേക്ക് പരിഗണിക്കാം. പിന്നെ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ഭാഷാടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങാനും ഐക്യം നഷ്ടപ്പെടുമോ എന്നൊരു തോന്നലും അവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം. ഇതൊക്കെ ഡയറക്റ്റ് SCERT ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 2ഉം 3ഉം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കാൻ, ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ, ഇതൊക്കെ രണ്ടും തെറ്റാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ, ഇതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതൊക്കെ പണ്ട് മുതലേ PSC റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതെന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി, ഇതെന്താണ്, ശരിയാണ്. 2, പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. ഈ രണ്ട് കാര്യങ്ങളും എന്താണ്, ഈ പറയുന്ന 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അത് തെറ്റാണ്. നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു, അതും എന്താണ്, തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ് ശരി. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി,
പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. 1ഉം 2ഉം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ഇവിടെ സി രാജഗോപാലാചാരിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങളിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ടതല്ല ഈ പറയുന്ന കാര്യം. ഇനി അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പു നൽകുന്നു. അത് ശരിയാണ്. ഇത് ചൂഷണത്തിനെതിരെയുള്ള ആ ഒരു ഭാഗത്താണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇനി മൗലികാവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നു, അത് നമ്മൾ ആർട്ടിക്കിൾ 32മായി ബന്ധപ്പെട്ടതാണ്. അത് ഇതിൽ വരത്തില്ല. അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇതിൽ ഉൾപ്പെട്ടതാണ്. ചൂഷണത്തിൽ നിന്നുള്ള മോചനം നേടാനുള്ള അവകാശങ്ങൾ എന്നതിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെല്ലാമാണ്? 2ഉം 4ഉമാണ് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. 2, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു എന്നത് ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നു. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നത് നമുക്കറിയാം, ആർട്ടിക്കിൾ 32 ആണ്. റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഓപ്ഷൻ ഡി 4ാമത്, അതുകൊണ്ടാണ് അവിടെ പരിഗണിക്കുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത്, നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഇതും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക. അതും ഉൾപ്പെടുന്നു. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന 4ഉം എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. നമ്മുടെ ഭരണഘടനയിലെ 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ 4A എന്ന് പറയുന്ന ഭാഗം, അവിടെ ഉൾപ്പെടുന്ന 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതിൽ 4 ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ 4ഉം അതിൽ ഉൾപ്പെടുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഭരണഘടനയുടെ 4A പ്രതിപാദിക്കുന്നത് എന്തിനെയാണ്? ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, മൗലിക കർത്തവ്യങ്ങളെയാണ്. അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആലുവയിലാണ്. ആലുവ സർവമത സമ്മേളനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഈ വാക്കുകൾ. വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ്. ഇതും PSC എടുത്ത് ചോദിക്കാറുണ്ട്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഉൾപ്പെടാത്തത് ഇവിടെ സിറ്റിസൺ ഫോർ ഡെമോക്രസി ആണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. സിറ്റിസൺ ഫോർ ഡെമോക്രസി. ബാക്കി വരുന്ന ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഗ്ലോബൽ വാച്ചും ഒക്കെ എന്താണ്? അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തതല്ല, ഉൾപ്പെടുന്നതാണ്. എന്നാൽ സിറ്റിസൺ ഫോർ ഡെമോക്രസി അതിൽ ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ എ 3 നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ചത്. നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്, ശരിയാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്, പൊതു സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു. അതും ശരിയാണ്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്താൻ പറ്റില്ല. ഇത് തെറ്റാണ്.
ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമായതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. അതും തെറ്റാണ്. 150 അല്ല, 250 രൂപ വീതമാണ്. അപ്പം 3ഉം 4ഉം തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഉത്തരം. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ തടവറകളിലെ അതിക്രമം തടയൽ, അത് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെടുന്നതാണ്. വനിതകളുടെ കുട്ടികളുടെയും അവകാശ സംരക്ഷണം ഉൾപ്പെടുന്നു. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. അപ്പോൾ ഇതെല്ലാം എന്താണ്? മനുഷ്യാവകാശ കമ്മീഷന് നിർദ്ദേശിക്കാൻ പറ്റും, സർക്കാരിനോട് നിർദ്ദേശിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇവിടെ ഇതെല്ലാം ഉൾപ്പെടും എന്ന കാര്യം ഓർത്തിരിക്കുക. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ചോദിച്ചാൽ 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാ? നിലവിൽ നമ്മുടെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, വി ഹരി നായരാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാ? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഇവിടെ തെന്മലയാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി, എറണാകുളം, കൊല്ലം, ആലപ്പുഴ. നമുക്കറിയാം തട്ടേക്കാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. അപ്പം 42ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്കെല്ലാവർക്കും അറിയാം, അത് നമ്മുടെ പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? അഞ്ചുവണ്ണം എന്നാൽ എന്ത്? വാണിജ്യ സംഘമാണ്. ഇതൊക്കെ PS ഇതുപോലെ തന്നെ വീണ്ടും ചോദിക്കും. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? റിപ്പീറ്റായി ചോദിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, അതൊരു വാണിജ്യ സംഘമാണ്. അഞ്ചുവണ്ണം വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇവരിൽ ആരെയാണ്? എപ്പോഴും ചോദിക്കുന്നു, JC ഡാനിയലാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. പ്രാചീന തുറമുഖമായ മുസിരീസ് ഇതിൽ ഏത് സ്ഥലത്താണ്? നമുക്കറിയാം കൊടുങ്ങല്ലൂരാണ്. ഇത് PS റിപ്പീറ്റായി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ മുസിരീസ് തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂരാണ്. തമിഴ്നാട്ടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? തമിഴ്നാട്ടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. തന്നിരിക്കുന്ന ഏതാ? ഓപ്ഷൻ സി പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ആസാമിൽ നിന്ന് 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയതാര്? ആസാമിലാണ് 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് സർവീസസാണ്. ഓപ്ഷൻ ബി 49, ഓപ്ഷൻ ബി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയോ? നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പള്ളിവാസലാണ്, 1940 കാലഘട്ടത്തിൽ. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാരാ? സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര് എന്നാണ് നമ്മുടെ 51ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതും PS റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ റെയിൽവേ സയൻസ് ഒക്കെ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ എടുക്കുക, അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല മാർക്ക് കിട്ടും. കാരണം ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. ഇനി ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണെന്നാണ് നമ്മുടെ ചോദ്യം. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ദൈവശതകം. ദൈവശതകം എന്ന കൃതിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു കൃതിയിലെ വഴികളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവദശകം എന്ന് പറയുന്ന കൃതി, ദൈവദശകം അതിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ശരിയായ ജോഡിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ VT ഭട്ടതിരിപ്പാട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, കുമാരഗുരുദേവൻ, അരയ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇതൊക്കെ തെറ്റാണ്. നമുക്കറിയാം VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊന്നാണ് കുമാരഗുരുദേവൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് പണ്ഡിറ്റ് KP കറുപ്പൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അരയ സമാജം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. അത് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതുപോലെ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, പണ്ഡിറ്റ് KP കറുപ്പൻ എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അരയ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് അടുത്ത ചോദ്യം. നോക്കുക, 1888 അരിയപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇത് എന്താണ്? ശരിയാണ്. അരിയപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി 1888. ശരി.
ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ. തെറ്റ്. ഇത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് തെറ്റാണ്. രണ്ടാമത്തെ എന്താണ്? തെറ്റാണ്. ഇനി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി ശരി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരല്ല? ഈ പറയുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരുവല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ ഇവിടെ നോക്കുക, 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. ഇവിടെ ചോദിച്ചിരിക്കുന്ന തെറ്റായ പ്രസ്താവന. അപ്പോൾ 2ഉം 4ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ 54-ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 55-ാമത്തെ ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം. സംഘടിത എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വരണം? നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് വരണം. അഞ്ചുതെങ്ങ് കലാപം സംഘടിതമല്ല. അപ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്? ആറ്റിങ്ങൽ കലാപമാണ് വരേണ്ടത്. ആദ്യത്തെ സംഘടിതമല്ലാതെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അഞ്ചുതെങ്ങ് പരിഗണിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ സംഘടിതം എന്ന് എടുത്തു ചോദിച്ചുകൊണ്ട് ആറ്റിങ്ങൽ കലാപം. കുളച്ചിൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ക്യാപ്റ്റൻ ഡില്ലനോയ്. ഓപ്ഷൻ എ. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളിൽ പെടാത്തതെന്നാണ് ചോദിച്ചത്. മാപ്പിള കലാപമാണ് ഉത്തരമായിട്ട് വരും. ബാക്കി വരുന്ന പഹാരിയ കലാപം, കോൾ കലാപം, സന്താൾ കലാപം ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഗോത്ര കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതൊക്കെ കൃത്യമായി നമ്മുടെ SCRT-യിൽ പറഞ്ഞു പോകുന്ന ഫാക്റ്റുകളാണ്. അടുത്തത് പർഷി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന എന്നാണ്. നമുക്ക് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, പിന്നെ ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്, വയനാടൻ കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം, ബ്രിട്ടീഷുകാർ പർഷി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെടുന്ന പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് നോക്ക്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അതെന്താണ്? പർഷി കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരത്തിലേക്ക് വരണം. ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം, ഇത് വരുന്നു. ഇത് തെറ്റാണ്. ഇത് ശരിക്കും നമ്മുടെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രിട്ടീഷുകാർ പർഷി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയില്ല. പർഷി രാജാവിന് പാട്ടയത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ കൊടുത്തില്ല. നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്. അത് തെറ്റാ. അപ്പോൾ ഇവിടെ നോക്ക്, 1ഉം 3ഉം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്. മാവിലന്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പരശുരാജ, ക്വിറ്റ് കീഴരിയു ബോംബ് കേസ്, മാപ്പിള ലഹള, കർഷക മുന്നേറ്റം. അപ്പോൾ ഇവിടെ പരസ്പര ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഇതും എന്തല്ല? ബന്ധമില്ല. മാവിലന്തോട് പരശുരാജയുമായി ബന്ധപ്പെട്ട്, മണ്ണടി നമുക്കറിയാം വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരസ്പര ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. 1ഉം 2ഉം 1ഉം 2ഉം എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ഡി. ഈ ഒരു ക്ലാസ്സിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടന ക്രമം ഏത്? മൊറാഴ സമരം, കുണ്ടറ വിളംബരം, പൂക്കോട്ടൂർ കലാപം, കുറിച്യ കലാപം എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം മൊറാഴ സംഭവം എന്ന് പറയുന്നത്, മൊറാഴ സമരം എന്ന് പറയുന്നത് ഏത് വർഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 1940-ുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ കേന്ദ്രീകരിച്ച് KPR ഗോപാലൻ നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് 1940-ലാണ്. കുണ്ടറ വിളംബരം നമുക്കറിയാം 1809 ജനുവരി 11. ഇനി മറ്റൊന്ന് പൂക്കോട്ടൂർ കലാപം, നമ്മുടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് 1921. പിന്നെ കുറിച്യ കലാപം എപ്പോഴും ചോദിക്കും, 1812. അപ്പോൾ കാലഘട്ടനക്രമം എന്ന് പറയുമ്പോൾ ആദ്യം 2 വരും, പിന്നെ 4 വരും, പിന്നെ വരുന്നത് 3, പിന്നെ 1. അപ്പോൾ ഇവിടെ 2, 4, 3, 1, 2, 4, 3, 1. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 60-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ 60 ചോദ്യങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് അതിൻ്റെ ഫൈനൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ എങ്ങനെയെല്ലാം ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുക വഴി. അപ്പോൾ ഇതൊരു വീഡിയോ ക്ലാസ് സീരീസ് ആണ്. അതിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.